നമ്മുടെ ഇരിഞ്ഞാടപ്പള്ളി അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാനൊന്ന് പോയതാണ്. അപ്പോൾ 5 ആന. ഈ ആനേനെ കാണുമ്പോൾ എന്നിട്ട് ജീവനുള്ള ആനയല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ റോബോട്ട് ആനയാണ്. പക്ഷേ ഈ ആനയെ കാണാൻ നല്ല രസമുണ്ട്, ഒറിജിനാലിറ്റി പോലെ തോന്നും. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴേക്കും 3 ആനയ്ക്കായിരുന്നു പൂരം. അതിൽ ഭഗവതിയുടെ തിടമ്പേറ്റിയ ആന അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി മേളം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ തൊഴുതു. അപ്പോഴേക്കും തിടമ്പേറ്റിയ ആന അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് നേരെ ഓപ്പോസിറ്റ് മേളം നടക്കായിരുന്നു. അടിപൊളി മേളമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കേട്ട് നിന്ന് പോകും നമ്മൾ, ഒരു രക്ഷയുണ്ടായില്ല. അതായത് ഇപ്പോൾ പൂരങ്ങളുടെ ഒക്കെ കാലമാണ്, അതായത് സീസണാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കല്ലേറ്റിങ്കൽ ഇരിഞ്ഞാടപ്പള്ളിയിൽ ഉത്സവമായിട്ട് പോയില്ലെങ്കിൽ മോശക്കേടല്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം പോയി ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിന് ചുറ്റും വിളക്ക് കത്തിക്കണം, നല്ലൊരു പ്രത്യേക തെങ്ങുണ്ടായിരുന്നു. മേളം പിന്നെ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല, കേട്ട് നിന്ന് പോകും. എന്നു വെച്ചാൽ അടിപൊളി. തിരക്കുണ്ടോ എന്ന് വെച്ചാൽ തിരക്കുണ്ട്. ഏറ്റവും അറ്റത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോകുന്നുണ്ട്. അതായത് ഈ അമ്പലം ശരിക്കും അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ട്രെയിൻ പോണത് കാണാം. അങ്ങനെ നല്ലൊരു പ്രത്യേകതയുള്ള അമ്പലം. അതായത് ഞങ്ങൾ കുംഭഭരണി തലൂർ കുംഭഭരണി കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ ഉത്സവം. അതായത് ചേടിത്തിനിത്തിമാരാണ് ഇവിടെ, അതിലൊരാളാണ് ഇവിടെ പ്രതിഷ്ഠ. അങ്ങനെ അമ്പലത്തിൽ പോയി ചുറ്റുവിളക്കൊക്കെ കണ്ടു, അടിപൊളി. പിന്നെ മേളം കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ, രസമായിരുന്നു. പിന്നെ കുട്ടികുറുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വിഷ്വൽസൊക്കെ കണ്ടു. മേളത്തിൻ്റെ കണ്ടാന്ന് വെച്ചാൽ അറിയാലോ, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഇനി വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇനി വർഷം നമുക്ക് ഇരിഞ്ഞാടപ്പള്ളിയിലത്തെ ഉത്സവം കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അങ്ങനെ രസകരമായ ഒരു ഉത്സവമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പൊരി മലര് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അവിടെ നിന്ന് അന്നദാനത്തിന് അപ്പോൾ പ്രസാദം മേടിക്കുകയാണ്. പ്രസാദം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ ശബരിമലയിലൊക്കെയാണ് ഇതുപോലത്തെ അരവണപ്പായസം കിട്ടാൻ. ഇവിടുത്തെ അരവണപ്പായസം പൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു ചെപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ പൂരമൊക്കെ കണ്ടു, മേളം കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനേനെ വേഗം കൊണ്ടുപോയത് അകലെ കൊണ്ടുപോയി കെട്ടിയിട്ട്. കാരണം വെടിക്കെട്ടുണ്ടായിരുന്നു, അധികം ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനയ്ക്ക് സൗകര്യം കേൾക്കാൻ പറഞ്ഞു. പിന്നെ അമ്പലത്തിൽ പോയി തൊഴുത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആന അവിടെ കണ്ട മുട്ടുകുത്തി നമസ്കരിച്ച് കഴിഞ്ഞ് ആനേനെ കെട്ടാൻ കൊണ്ട് പോവുകയാണ്. രംഗം കാണാൻ മാലൊക്കെ ഊരി കൈമലത്തെ പാദസരവും അത് കാര്യങ്ങളൊക്കെ ഊരി ആനേനെ തിരിച്ച് കൊണ്ടുപോവാണ്. നടന്ന് തിരിച്ച് റിട്ടേൺ വീട്ടിൽ പോണ വഴിയാണ് നമ്മുടെ റോബോട്ട് ആനകൾ. രസമാണ്, അവർ ചെവിയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ അവിടെയും പൂരം നടക്കുന്നുണ്ട്, അവിടെ പൂരം തുടങ്ങുന്നുണ്ടായുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാം. ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ.